ഇനി ടാക്സ് ഗുരു നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. വാറ്റ് അഥവാ വാല്യൂ ആഡ് ടാക്സിനെ പറ്റിയാണ് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സംഗീത് PC കാലിക്കറ്റ് നിന്നാണ്. അദ്ദേഹം ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിന് 1000 രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങിച്ച ശേഷം അത് 800 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം കൊടുത്ത ടാക്സും രണ്ടാമത്തെ പിരിച്ചെടുക്കുന്ന ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് മൈനസായിട്ട് വരും. അത് ക്ലെയിം ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വാറ്റിൻ്റെ സിസ്റ്റം എന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ വ്യാപാരി വാങ്ങുമ്പോൾ നൽകുന്ന ടാക്സിന് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നു. ആ വ്യാപാരി വീണ്ടും ഒരു വാല്യൂ അഡീഷന് ശേഷം അദ്ദേഹത്തിൻ്റെ ലാഭത്തിന് ശേഷം അല്ലെങ്കിൽ അതിൽ വരുന്ന ചിലവുകൾ കൂട്ടിയ ശേഷം രണ്ടാമത് വിൽക്കുമ്പോൾ അതിന് നൽകുന്ന ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നു. ഈ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ് ഈ രണ്ടാമത്തെ വ്യാപാരി അടക്കേണ്ടതുള്ളൂ. ഈ കേസിൽ അത് മൈനസായിട്ട് വരുന്നു. പക്ഷേ താങ്കളുടെ കേസിൽ വേറെയും ഉൽപ്പന്നങ്ങൾ താങ്കൾ വിറ്റിരിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ നൽകേണ്ടതായിട്ടുള്ള ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഈ അധികമായിട്ട് നൽകിയിട്ടുള്ള ഇൻപുട്ട് ടാക്സും കൂടെ കുറയ്ക്കുന്നതിന് നിയമപരമായിട്ട് വിരോധമില്ല. പക്ഷേ ഇത് എന്തെങ്കിലും ഒരു സബ്സിഡൈസ്ഡ് സ്കീം പ്രകാരമാണ് താങ്കൾ ഇങ്ങനെ രണ്ടാമത് കുറഞ്ഞ വിലയ്ക്ക് നഷ്ടത്തിൽ താങ്കൾ ഈ വിൽപ്പന നടത്തുന്നതെങ്കിൽ ഈ ആനുകൂല്യം ലഭ്യമല്ല എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതും ശ്രീ സംഗീത് PC തന്നെ അയച്ചിരിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് വാറ്റ് സെയിൽ ബില്ലിൽ വാറ്റിന് ശേഷം നമുക്ക് ഡിസ്കൗണ്ട് കുറവ് ചെയ്യാമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ബില്ലിൽ ഡിസ്കൗണ്ട് കാണിക്കാതെ ക്രെഡിറ്റ് നോട്ട് വഴി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസിന് ആനുകൂല്യം എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കൗണ്ടിന് ശേഷം വാറ്റ് കണക്കാക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും ലാഭകരം. കാരണം ആ ഡിസ്കൗണ്ടിന് ശേഷമുള്ള തുകയ്ക്ക് മാത്രമാണ് നമ്മൾ നികുതി പിരിക്കുന്നത്. എന്നാൽ ഡിസ്കൗണ്ട് അതായത് വാറ്റ് കൂടെ ചേർത്ത തുകയിൽ ഡിസ്കൗണ്ട് കുറക്കുന്നതിന് മുൻപ് തന്നെ വാറ്റ് കൂട്ടിയ ശേഷം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല, പക്ഷേ നമുക്ക് നഷ്ടമാണ്. അതേസമയം ഇത് സെയിൽ ബില്ലിൽ ഇത് പെടുത്താതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോം നമ്പർ 9 ക്രെഡിറ്റ് ബില്ല് വഴി ഈ ഡിസ്കൗണ്ടിൻ്റെ ആനുകൂല്യം നമ്മളുടെ പർച്ചേസർക്ക് നൽകുകയാണെങ്കിൽ അതിന് വാറ്റിൻ്റെ ആനുകൂല്യം ഈ വാറ്റിൻ്റെ ആ എമൗണ്ടിന് വാറ്റിൻ്റെ ആ നഷ്ടം നികത്താനുള്ള സാധ്യതയില്ല. അടുത്ത ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ശ്രീ ദിവാകരൻ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അദ്ദേഹം ഒരു കോൺട്രാക്ട് ബേസിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പ്രതിമാസം 25,000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി എന്തൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് ആദായ നികുതി ലാഭിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പം പറയാവുന്ന ഒരു ചോദ്യമല്ല, ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമല്ല. വളരെയധികം കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. എങ്കിൽ തന്നെയും വളരെ ചുരുക്കി പറയാം. താങ്കൾക്ക് ഈ 3 ലക്ഷത്തിനും അതായത് 25,000 12 മാസത്തേക്ക് വരുന്ന മൊത്തം തുകയായ 3 ലക്ഷം രൂപയ്ക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി ഒരു വർഷം 15,450 രൂപയാണ്, എഡ്യൂക്കേഷൻ സെസ് അടക്കം. അതിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ടാക്സ് ലയബിലിറ്റി കുറവ് ചെയ്യാവുന്ന ഏരിയാസിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ 80C എന്നുള്ള സെക്ഷനുണ്ട്, 80CCC ഉണ്ട്, 80D ഉണ്ട്, 80G ഉണ്ട്, 80GG ഉണ്ട്. ഇങ്ങനെ ധാരാളം സെക്ഷൻസ് പ്രകാരമുള്ള കിഴിവുകൾ നമുക്ക് അവകാശപ്പെടാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മൊത്തം ശമ്പള വരുമാനത്തിൽ നിന്ന് താങ്കൾ നൽകുന്ന പ്രൊഫഷൻ ടാക്സ് പൂർണ്ണമായിട്ടും കിഴിവ് ചെയ്യാം. കൂടാതെ HRA തുടങ്ങിയ അലവൻസുകൾ ഉണ്ടെങ്കിൽ അതിനുകൂടെ ഉള്ള എക്സംഷൻസ് കുറച്ചതിന് ശേഷം മാത്രം ടാക്സ് സേവിങ് സ്കീമിലേക്ക് നമ്മൾ കടന്നാൽ മതി. 80Cയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. താങ്കളുടെയോ താങ്കളുടെ ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ പേരിലെടുക്കുന്ന LIC പോളിസികളിലേക്ക് അടക്കുന്ന പ്രീമിയങ്ങൾ അവരുടെ ഇൻട്രസ്റ്റ് അടക്കം ഈ 80Cയിൽ ക്ലെയിം ചെയ്യാം. PFിലുള്ള കോൺട്രിബ്യൂഷൻ, PPFിലേക്കുള്ള അടവുകൾ, NSC നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിലേക്കുള്ള അടവുകൾ,
ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പലിൻ്റെ അടവുകൾ, രണ്ട് കുട്ടികൾക്കുള്ള ട്യൂഷൻ ഫീസ് എന്നിവ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് വകുപ്പ് 80C പ്രകാരം മൊത്തം 1 ലക്ഷം എന്ന പരിധിക്ക് വിധേയമായിട്ട് താങ്കൾക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ 3 ലക്ഷം രൂപയുടെ ടാക്സബിൾ ഇൻകം 2 ലക്ഷം രൂപയായിട്ട് കുറവായി തീരും. ആ 2 ലക്ഷം രൂപയിൽ ആദ്യത്തെ 1.5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല. ബാക്കി 50,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ നിരക്ക് പ്രകാരം 10% ടാക്സ് കൊടുത്താൽ 5,000 രൂപ ടാക്സും 150 രൂപ എഡ്യൂക്കേഷൻ സെസ്സും അടക്കം 5,150 രൂപയിലേക്ക് താങ്കളുടെ ആദായ നികുതി ബാധ്യത കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത ചോദ്യം ശ്രീമതി ബിന്ദു ബാംഗ്ലൂരിൽ നിന്ന് അയച്ചിരിക്കുന്നതാണ്. അവർ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. അവിടെ ഹൗസ് റെൻറ്റ് കൊടുക്കുന്നുണ്ട്, HRA കിട്ടുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിൽ അവരുടെ ഫാമിലി താമസിക്കുന്നുണ്ട്. അവരും ഹൗസ് റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നൽകുന്ന റെൻറ്റിന് ആദായ നികുതി നിയമത്തിൽ ഏതെങ്കിലും വകുപ്പ് പ്രകാരം ഒഴിവ് ലഭ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇല്ല എന്ന് മറുപടി നൽകേണ്ടിയിരിക്കുന്നു. കാരണം ഹൗസ് റെൻ്റ് അലവൻസിനുള്ള എക്സംഷൻ ലഭ്യമാകുന്നത് ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 10 അതിൻ്റെ ഉപവകുപ്പ് 13A പ്രകാരമാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ റെൻറ്റ് പെയ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഓക്കപ്പൈഡ് ബൈ ദ അസസി എന്നാണ്. അസസി താങ്കളാണ്. താങ്കളത് ഓക്കപ്പൈ ചെയ്യാത്ത ഒരു വീടിൻ്റെ റെൻറ്റ് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അടുത്തതും സാമാന്യം ജനറലായിട്ടുള്ളൊരു ചോദ്യമാണ്. റോഷൻ അയച്ചിരിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് അയച്ചിരിക്കുന്നതാണ്. പ്ലീസ് ഡിസ്ക്രൈബ് അബൌട്ട് ഇൻകം ടാക്സ് പേയബിൾ ഓൺ റെൻ്റൽ ഇൻകം. വാടക വരുമാനത്തിൽ നിന്ന് നൽകേണ്ടതായിട്ടുള്ള ആദായ നികുതി ബാധ്യതയെപ്പറ്റി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായിട്ടും പറയാൻ സമയപരിമിതി മൂലം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജനറലായിട്ട് പറയാം. ആദായ നികുതി നിയമത്തിൽ വരുമാനങ്ങളെ 5 ഗണങ്ങളായിട്ട് കണക്കാക്കിയിട്ടാണ് ആദായ നികുതി നിയമത്തിൽ അങ്ങനെ കണക്കാക്കുന്നത്. അതിലൊന്നാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മറ്റുള്ള ഗണങ്ങളെന്ന് പറഞ്ഞാൽ സാലറീസ് ഉണ്ട്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഒരു പ്രൊഫഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ റെൻ്റൽ ഇൻകം ടാക്സബിൾ ആകുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഗണത്തിൽപ്പെടുത്തിയാണ്. ഇതിൽ ആദ്യമായിട്ട് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള റെൻറ്റിൽ നിന്നും മുനിസിപ്പൽ അഥവാ കോർപ്പറേഷൻ ടാക്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിന് നൽകിയാലും അത് പൂർണ്ണമായിട്ടും കുറവ് ചെയ്യാം. അതിൽ നിന്നും ബാക്കിയുള്ള തുകയുടെ 30% ഈ ബിൽഡിങ്ങിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് അലവ് ചെയ്യുന്നതാണ്. ഇതിൽ എത്ര നമ്മൾ മുടക്കി എന്നുള്ളത് പ്രസക്തമല്ല. കൂടുതൽ മുടക്കിയാലും കുറവ് മുടക്കിയാലും ഒന്നും തന്നെ മുടക്കുന്നില്ല എങ്കിൽ തന്നെയും 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭ്യമാണ്. ഇത് കൂടാതെ പ്രധാനമായിട്ടും താങ്കൾക്ക് ലഭ്യമാകാവുന്ന ഒരു കിഴിവ് ഈ കെട്ടിടം പണിയാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് നൽകേണ്ടതായ പലിശ കൂടെ ഈ വരുമാനത്തിൽ നിന്ന് കുറവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നെറ്റ് ചെയ്ത് കിട്ടുന്ന വരുമാനം താങ്കളുടെ മറ്റ് വരുമാനങ്ങളുണ്ടെങ്കിൽ, പലിശ വരുമാനം ഫോർ എക്സാമ്പിൾ പലിശയിൽ നിന്നുള്ള വരുമാനം വേറെ ഉണ്ടെങ്കിൽ അവയെല്ലാം അതാത് ഗണങ്ങളിൽ പെടുത്തി അതാത് ഗണങ്ങളിൽ ലഭ്യമായിട്ടുള്ള കിഴിവുകൾ കുറച്ച ശേഷം മൊത്തം തുകയ്ക്കാണ് ആദായ നികുതി കണക്കാക്കുന്നത്. അതിന് ഇന്നത്തെ നിരക്കിലുള്ള നികുതി ബാധ്യത താങ്കൾക്ക് വരുന്നതാണ്. ആദായ നികുതി നിയമത്തിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിലേക്കായി വിവിധ തരം നമ്പറുകൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഓരോ അസോസിയേഷനും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ, ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ അഥവാ ടാൻ എന്നിവയെല്ലാം നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 21 മെയ് 2009 CBDTയുടെ സർക്കുലർ പ്രകാരം ഒരു പുതിയ നമ്പർ കൂടെ വരുന്നു. UTN എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൂടെ വരുന്നു. ഈ UTN എല്ലാ കാര്യത്തിനും, അതായത് യുണീക്ക് ടാക്സ് നമ്പർ എന്നതിന് പറയുന്നത്, എല്ലാ കാര്യത്തിനും കൂട്ടി ചെയ്താൽ മാത്രമേ, അതായത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ടാക്സ് ഡിഡക്റ്റ് ചെയ്തുള്ള ഓരോ ട്രാൻസാക്ഷനും ഓരോ UTN ഉണ്ടാകും. അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ TDS നുള്ള ക്രെഡിറ്റ്, അതായത് റീഫണ്ടും മറ്റും കിട്ടാൻ ഇപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകൾ പലരും അനുഭവിക്കുന്നുണ്ട്. ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓരോന്നിനും UTN ഉണ്ടാകും. ആ ഓരോ UTNും തമ്മിൽ മാച്ച് ചെയ്ത ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമുക്കതിന് ക്രെഡിറ്റ് കിട്ടിയ റീഫണ്ട് നൽകുന്നതാണ്. അതിനേക്കായിട്ട്
ചലാൻ ഫോം നമ്പർ 17 ആണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള അടവുകൾക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. ഈ ദിവസങ്ങളിൽ മിക്കവാറും അത് പബ്ലിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്കീം 2009 ഏപ്രിൽ 1 മുതൽ ആണ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും ഈ മെയ് 31, 2009 വരെയുള്ളവർക്ക് പഴയ ചലാൻ ഫോമിൽ തന്നെ സമർപ്പിക്കാം എന്നും പ്രത്യേകം നിബന്ധന ഈ പറയുന്ന സർക്കുലറിൽ നൽകിയിട്ടുണ്ട്. മണികൾക്കും വീണ്ടും അടുത്ത ഞായറാഴ്ച മനോരമ ന്യൂസിൽ അല്പസമയത്തിനകം വാർത്തകൾ.